ഈ കാണുന്നത് മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളുടെ മക്കമാണ് കേട്ടോ. വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാം. ചാവക്കാട് അടുത്ത് ഒരു സ്ഥലത്ത് ഉമർ ഖാലിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇടയ്ക്ക് ഉമർ ഖാലി തങ്ങൾ പോയി കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ പള്ളി ഖബർസ്ഥാനിൽ ഒരു ഖബർ വെട്ടുന്നത് ഉമർ ഖാലി തങ്ങൾ കണ്ടു. ഖബർ കുഴിക്കുന്നത് ആർക്കാണ് എന്ന് മഹാനായ ഉമർ ഖാലി തങ്ങൾ ചോദിച്ചു. തന്റെ സ്നേഹിതനായ ഒരാൾക്കാണ് എന്ന് ഉമർ ഖാലി തങ്ങൾക്ക് വിവരം ലഭിച്ചു. തന്റെ സ്നേഹിതൻ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയപ്പോൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടതാണ് എന്ന വിവരം ലഭിച്ചു. ഉടനെ തന്നെ ഉമർ ഖാലി തങ്ങൾ ആ മനുഷ്യൻ മരണപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി. മരണപ്പെട്ടു എന്ന് കരുതി കിടത്തിയ ആ മനുഷ്യന്റെ മുഖത്തേക്ക് മഹാനവറുകൾ മന്ത്രിച്ചോദ്യം കുറിച്ച് വെള്ളം ഒഴിക്കുകയും ആ വെള്ളത്തിൽ നിന്നും കുറച്ച് മരണപ്പെട്ടു എന്ന് കരുതി ആ മനുഷ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെല്ലാം മാറി എഴുന്നേറ്റിട്ടോ. ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാത്തതിന്റെ പേരിൽ ഉമർ ഖാലിയെ പിടിക്കാൻ പോലീസുകാർ ഒരുങ്ങി. അങ്ങനെ ഉമർ ഖാലിയെ ചാവക്കാട് ജയിലിലടച്ചു. കാവലിന് 3 പോലീസുകാരെയും ഏർപ്പാട് ചെയ്തു. രാത്രി പതിവായുള്ള ഉമർ ഖാലിയുടെ തഹജ്ജുദ് നമസ്കാരത്തിനായി വുളൂ എടുക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പോലീസുകാരിൽ ഒരാളോട് ഉമർ ഖാലി തങ്ങൾ ആവശ്യപ്പെട്ടു. പോലീസുകാർ ആദ്യം അനുസരിച്ചിരുന്നില്ല. പക്ഷേ അവരിലൊരാൾ ഉമർ ഖാലി തങ്ങൾക്ക് വുളൂ എടുക്കാൻ വെള്ളം കൊടുത്തു. ഉമർ ഖാലി തങ്ങൾ വുളൂ എടുത്ത് നിസ്കരിക്കുകയും കുറേ നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. പോലീസുകാർ ജയിൽ ലോക്ക് ചെയ്തിരുന്നെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ അവർ ജയിലിൽ കാവലിരുന്നു. എന്നാൽ നേരം പുലർന്നു നോക്കിയപ്പോൾ പൂട്ടിക്കിടക്കുന്ന ജയിലിനകത്ത് ഉമർ ഖാലി തങ്ങൾ ഉണ്ടായിരുന്നില്ല. പൂട്ട് തുറക്കുകയോ ചുമര് തോൽക്കുകയോ ചെയ്യാതെ രക്ഷപ്പെട്ടിരുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത്തരം ബന്ധനങ്ങൾ ഒരു പ്രശ്നമേ അല്ലല്ലോ.